ഓം ശ്രീ സായിറാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ഭാഗവതവാഹിനി അധ്യായം 36. ചക്രവർത്തിയും ചങ്ങാതിയും. മധുരയിലെ കാരാഗൃഹത്തിൽ ജനിച്ച ശേഷം വൃന്ദാവനത്തിൽ എത്തിച്ചേർന്ന ശ്രീകൃഷ്ണൻ 11 വർഷക്കാലം നീണ്ടുനിന്ന തൻ്റെ ബാല്യകാലത്ത് ബ്രജത്തിലെ കാടുകളിലും ഉപവനങ്ങളിലും തൻ്റെ സഹാക്കളുമൊത്ത് നടത്തിയ ബാലലീലകളെയും സാഹസങ്ങളെയും കുറിച്ച് കേൾക്കാൻ എനിക്ക് അതിയായ മോഹമുണ്ട്. ഇങ്ങനെ പരീക്ഷിച്ചപ്പോൾ ശുഗന് വളരെ സന്തോഷമുണ്ടായി. മന്ദസ്മിതത്തോടെ അദ്ദേഹം കഥാകഥനം തുടർന്നു. ദിവ്യബാലനായ ഗോപാലൻ്റെ എല്ലാ ലീലകളും വിസ്തരിച്ചു പറയുവാൻ ഞാൻ സമർത്ഥനല്ല. അവയോരോന്നും മനസ്സിൽ മാധുര്യം നിറയ്ക്കുന്നു. ബ്രജത്തിലെ ഗോപബാലന്മാർ ആ ആനന്ദത്തിന് പങ്കാളികളായതിൽ ശരിക്കും അനുഗ്രഹീതരാണ്. നാമം, ജാതി, ജോലി, ദേശം, മനോഭാവം ഇതൊന്നും സർവേശ്വരൻ ഗണിക്കുന്നില്ല. തന്നെ സമീപിക്കുന്നത് ഏതു മനസ്ഥിതിയോടെ ആയാലും ഭഗവാൻ അവരെ സ്വാഗതം ചെയ്യുന്നു. അവരുടെ വാഞ്ചകൾ സഫലമാക്കുന്നു, സന്തോഷം പ്രദാനം ചെയ്യുന്നു. അതാണ് ഗോപാലൻ്റെ നിജസ്വഭാവം. വാസുദേവൻ ശിശുവായ കൃഷ്ണനെ നന്ദഗേഹത്തിൽ വിട്ടിട്ടുപോയ സമയം മുതൽ കൃഷ്ണൻ നന്ദന് വളരെ ആനന്ദം നൽകിയിരുന്നു. ആ ബാലൻ്റെ ദിവ്യശക്തി കൊണ്ട് ആ വീട്ടിൽ ജയ് ജയ് വിളികൾ പ്രതിധ്വനിക്കുന്നു. ഉണ്ണി ദൈനംദിനം വളർന്നു വലുതായി. ആകർഷണവും അതോടൊപ്പം പ്രവൃദ്ധവുമായി അവൻ അമ്മയുടെ വാത്സല്യനിധിയായി. മടിയിൽ കളിച്ച് പിച്ച വെച്ച് നടന്ന് വാതിൽപ്പടി കടന്നു. ആദ്യം പിതാവിൻ്റെയോ മാതാവിൻ്റെയോ കൈവിരൽ പിടിച്ചു കൂടെ നടന്ന് പിന്നെ ധൈര്യപൂർവ്വം തനിയെ നടക്കാൻ ആരംഭിച്ചു. അവരാകട്ടെ അവനെ പുറത്തുള്ളവരുടെ ദൃഷ്ടിയിൽ നിന്നും ഒളിപ്പിക്കാൻ ശ്രമിച്ചു. കംസൻ ഇടതടവില്ലാതെ ബാലനെ ഹനിക്കാൻ അയച്ചിരുന്ന കിങ്കരന്മാരിൽ നിന്നും മറച്ചു നിർത്താൻ മാതാപിതാക്കൾ ആവുന്നത്ര ശ്രമം നടത്തിയെങ്കിലും കുട്ടി വല്ല വിധത്തിലും അവരുടെ ദൃഷ്ടിയിൽ പെടുക പതിവായിരുന്നു. അതുമല്ലെങ്കിൽ ബാലൻ തന്നെ മുന്നോട്ട് ചെന്ന് അവരോട് സ്വയം പരിചയപ്പെടുത്തും. സൃഷ്ടിസ്ഥിതി ലയകർത്താവായ ആ ദിവ്യനെ എങ്ങനെ ഒളിപ്പിച്ചു നിർത്തും? എവിടെ ഒളിപ്പിക്കും? ആർക്കവനെ റാഞ്ചിക്കൊണ്ടു പോവാൻ കഴിയും? എങ്ങനെ അത് നടത്തും? അഹോ പരീക്ഷിത്തേ, അതെല്ലാം ഒരു ദിവ്യ ലീലയായിരുന്നു. അനുദിനം വളർന്ന് അവൻ തൻ്റെ ചങ്ങാതിമാരോടൊപ്പം പാവന യമുനാ തീരപ്രദേശത്ത് ചെല്ലാൻ തുടങ്ങി. രക്ഷിതാക്കൾ തടഞ്ഞത് വിഫലമായി. അവൻ്റെ സഹാക്കളെപ്പോലെ തന്നെ അവൻ ഗോക്കളെ മേച്ചിൽ സ്ഥലത്ത് കൊണ്ടുപോകുവാൻ ആരംഭിച്ചു. മൃദുലവും തിളക്കമാർന്നതുമായ മേനികളുള്ള പശുവൃന്ദത്തിൻ്റെ മധ്യേ ഗോപാലൻ നടക്കുന്നത് കാണുന്നത് സന്തോഷപ്രദമായ കാഴ്ചയായിരുന്നു. പശുക്കൾക്കും കിടാങ്ങൾക്കും കാർവർണനായ ഗോപാലകൃഷ്ണൻ്റെ ആകർഷണ വലയത്തിൽ നിന്നും വിട്ടുപോകാൻ കഴിഞ്ഞില്ല. അവ കോട്ടം തെറ്റി എങ്ങനെ സഞ്ചരിക്കും? അവയുടെ പുറത്തുള്ള കൃഷ്ണന്റെ മൃദുല സ്പർശത്താൽ അവ സ്വയം മറന്ന് വായു തുറന്ന് വാലുയർത്തി നാവ് നീട്ടി പ്രേമപൂർവ്വം കണ്ണന്റെ മുഖവും കൈകളും നക്കിത്തുടച്ചു. ഗോപാലനോ അവയുടെ കഴുത്ത് കെട്ടിപ്പിടിച്ച് കണ്ണും പൂട്ടി ആനന്ദത്തോടെ ഊഞ്ഞാലാടി. മുഖത്ത് പുഞ്ചിരിയുടെ പ്രസരം. കഷ്ടിച്ച് മുളയ്ക്കാൻ ആരംഭിച്ച കൊമ്പുകൾ കൊണ്ട് പൈക്കിടാങ്ങൾ ഉണ്ണിയുടെ മൃദുല ശരീരത്തിൽ മുട്ടിക്കൊണ്ടിരിക്കും. ശീതളമായ യമുനയുടെ സൈകസപ്പരപ്പിൽ ആ ഉണ്ണി രാവും പകലും ഗണിക്കാതെ ആനന്ദത്തോടെ ലാവണ്യച്ചിതറി വിളയാടി. മാതാക്കൾക്ക് അവനെ വിളിച്ചു കൊണ്ടുവരുവാൻ അങ്ങോട്ട് ആളയക്കേണ്ടി വന്നു. അവൻ കൂട്ടുകാരോടുകൂടി മനസ്സില്ലാ മനസ്സോടെയാണ് തിരികെ വരിക. ഇങ്ങനെ ഗൃഹത്തിലും പുറത്തും സന്തോഷദിനങ്ങൾ പറന്നുപോയിക്കൊണ്ടിരിക്കെ അവൻ അത്യാകർഷകമേനിയുള്ള ബാലനായി വളർന്നു. കാലിത്തൊഴുത്തിൽ നിന്ന് പശുക്കളുടെയും കിടാങ്ങളുടെയും കെട്ടഴിച്ചുവിട്ട് ഗോപകവാടത്തിലെ മറ്റു ഗോക്കൾ നടന്നുണ്ടായ വഴിയെ അവൻ തെളിച്ചു കൊണ്ടുപോയി. മറ്റു ഗോപാലന്മാരെ പോലെ ഉണ്ണിയും ചുമലിൽ കാലിമേയ്ക്കുന്ന കോൽ വച്ചിരുന്നു. തലയിൽ ഒരു കെട്ടും. പൂർണ്ണ ആത്മവിശ്വാസത്തോടുകൂടി ഒരു സിംഹക്കുട്ടിയെപ്പോലെ രാജകീയമായി നടന്നിരുന്ന കണ്ണൻ തികച്ചും പ്രൗഢഗംഭീരനായി കാണപ്പെട്ടു. അവൻ ചങ്ങാതിമാരോടുകൂടി തമാശകളിൽ ഏർപ്പെടും. ഇടതു കൈകൊണ്ട് ഇടത്തെ ചെവി മൂടി അവൻ പല മധുരഗാനങ്ങളും പാടിയിരുന്നു. ഇത് കേട്ടാൽ ആർത്തിയോടെ ബന്ധപ്പെട്ട് പുല്ല് തിന്നുകൊണ്ടിരിക്കുന്ന പൈക്കളും കിടാങ്ങളും ഹർഷോന്മത്തരായി ചെവി കൂർപ്പിച്ച് ആ ദിവ്യ സംഗീതം ശ്രദ്ധിച്ച് ധ്യാനത്തിലെന്ന പോലെ അർത്ഥനിമീലിത നേത്രത്തോടെ നിശ്ചലരായി നിൽക്കും. അകിട്ടിൽ മൂട്ടിച്ചുരന്ന് പാൽ നുകരാൻ ഒരുമ്പിടുന്ന പൈക്കിടാങ്ങൾ അത് തിരസ്കരിച്ച് കൃഷ്ണൻ്റെ കളഗീതം ആസ്വദിച്ച് കുടിക്കുകയാണോ എന്ന പോലെ നിൽക്കും. ദൃഷ്ടാക്കൾക്ക് കോരിത്തരിപ്പിക്കുന്ന ദൃശ്യം. രാജൻ
ഗോപാലൻ്റെ ലീലകളുടെ എണ്ണം പ്രകൃതി ഇവയെപ്പറ്റി പറഞ്ഞു തരാൻ വയ്യ. എല്ലാം മഹാശ്ചര്യം തന്നെ, സർവം ആനന്ദദായകങ്ങൾ. ചിലപ്പോൾ അവൻ കാലിക്കോൽ ഒരു കയ്യിൽ പിടിച്ച് അതിനെ അതിസമർത്ഥമായി അതിവേഗതയിൽ ചുഴറ്റും. കാണികൾക്ക് കോലുണ്ടെന്ന് തോന്നുകയില്ല. ആ ചേലിൽ കോൽ ചുഴറ്റാൻ സാധിക്കുമോ എന്ന് ചങ്ങാതിമാരോട് ചോദിച്ച് വാതുവയ്ക്കും. അവരോ ആർത്തിയോട് ചുറ്റും വന്ന് പൊതിഞ്ഞ് ഉണ്ണി ഉണ്ണി ഈ വിദ്യ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരൂ എന്ന് കെഞ്ചും. പ്രപഞ്ചത്തെ മുഴുവനും അതിലെ സർവ്വ സാമഗ്രികളോട് കൂടി തന്നെ മിന്നൽ വേഗത്തിൽ ചുഴറ്റുന്ന അവന് ഒരു വെറും കോൽ തിരിക്കുന്നത് അത്ര വലിയ വിദ്യയാണോ? അതിനെ പഠിപ്പിക്കാൻ ഒട്ട് കഴിയുമോ? തങ്ങളുടെ കളിത്തോഴൻ്റെ യഥാർത്ഥ പ്രകൃതം കുട്ടികൾക്ക് ഗ്രഹിക്കാനായില്ല. പലപ്പോഴും അവനും സഹാക്കളും കൂടി കള്ളനും ശിപായിമാരും കളിക്കും. പിന്നെ തന്നെ പിന്തുടർന്നു വരുന്ന ശിപായിമാർക്ക് കയറിയെത്താൻ കഴിയാത്ത തരത്തിലുള്ള നേർത്ത ഉപശാഖകൾ അവൻ എത്തിപ്പറ്റും. ആ ചുള്ളിക്കൊമ്പിൽ ഒരു അണ്ണാറക്കണ്ണൻ കയറിയാൽ കൂടി അത് വളഞ്ഞാടും. അവനെ പിടിക്കാനേ കഴിയില്ല. അത് ശരിയാണ്, അവനെ ആർക്കെങ്കിലും പിടിക്കാനൊക്കുമോ? അതിനിർമ്മല ഹൃദയത്തിനെ അതിന് കഴിയൂ. പലപ്പോഴും ഗോപാലനെ നിബിഡ വനങ്ങളിലും കുറ്റിക്കാടുകളിലും കണ്ടുവന്നു വരും. അവൻ ചിരിച്ച് മണ്ണ് കപ്പിക്കുന്ന പല കളികളിലും ഭാണ്ഡങ്ങൾ അഴിച്ചുവിടും. കുസൃതി കളികളുടെയും ഭാണ്ഡങ്ങൾ അഴിച്ചുവിടും. ഇതാ എൻ്റെ ചുമലിൽ ഉണ്ണിയുടെ കൈകൾ എന്ന് ഒരു കുട്ടി പറയുമ്പോഴേക്കും അവൻ അവിടെ നിന്നും അപ്രത്യക്ഷനാകും. ചിലപ്പോൾ അവൻ അതിവിദഗ്ധമായി വേഷപ്രച്ഛന്നനായി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. അപ്പോഴവർക്ക് അപരിചിതനായതിനാൽ അവനോട് സംസാരിക്കാൻ സങ്കോചമുണ്ടാകും. പക്ഷേ ഉത്തരക്ഷണത്തിൽ അതാ ഒരു പൊട്ടിച്ചിരി. എല്ലാവർക്കും വിസ്മയം. ഇത് ഞാനാണ്, ഞാൻ. നിങ്ങൾക്കെന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഈ സംഗതി ബാലന്മാരിൽ അത്യാശ്ചര്യം, ചിലപ്പോൾ ഭീതി പോലും ഉളവാക്കി. പകലങ്ങനെ കഴിയും. ഇരുട്ട് എത്തി നോക്കുമ്പോഴേക്കും കുമാരൻ സുഹൃത്തുക്കളോടുകൂടി ഒരു നിഷ്കളങ്കനായ പയ്യൻ്റെ രീതിയിൽ പകൽ സമയം പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്ത മട്ടിൽ മടങ്ങി വരും. ചില പ്രത്യേക ദിനങ്ങളിൽ അമ്മ നിർബന്ധിക്കും, നീ ഇന്ന് കാലിമേയ്ക്കാൻ പോകണ്ട, വീട്ടിലിരുന്നാൽ മതി. ആ ദിനങ്ങളിൽ ഗോപന്മാരും ഗോക്കളും കിടാങ്ങളും സങ്കടം കൊണ്ടും ഭാരിച്ച ഹൃദയവുമായി പതുക്കെ മേച്ചിൽ സ്ഥലത്തേക്ക് നടക്കും. അവർ വൃക്ഷത്തണലിൽ ഏകാകികളെന്ന പോലെ ഒന്നും തിന്നാതെയും കുടിക്കാതെയും ആനന്ദകൃഷ്ണനെ ഒരു നോക്ക് കാണാൻ വെമ്പുന്ന കണ്ണുകളോടെ മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ കിടക്കും. ആ കൃഷ്ണനു മാത്രമേ അവരിൽ ഉത്സാഹം പകരുവാൻ കഴിയൂ. ക്രൂരമാതുലനായ കംസൻ പലതവണ അസുരചാരന്മാരെ വേഷപ്രച്ഛന്നരായി അയച്ചു. അവർ കളിപ്പാട്ടങ്ങളും സ്വാദിഷ്ടമായ മധുരപലഹാരങ്ങളും കയ്യിൽ കരുതിയിരുന്നു. കുട്ടികൾ ഈ വിൽപ്പനക്കാരുടെ ചുറ്റും തടിച്ചുകൂടും. വാങ്ങാൻ ആഗ്രഹിക്കുന്ന വസ്തുക്കളുടെ വില ചോദിക്കും. പക്ഷേ വ്യാപാരികൾ കൃഷ്ണനെ പിടിക്കാൻ തക്കം പാർത്ത് അവൻ സമീപത്ത് വരുന്നത് കാത്തിരിക്കും. കൃഷ്ണന്റെ ദൃഷ്ടി ഈ കളിക്കോപ്പുകളിലും മിഠായി പലഹാരങ്ങളിലും അല്ല. സന്ധ്യയാവുന്നതുവരെ കൃഷ്ണൻ കാത്തു നിൽക്കും. എന്നിട്ട് വ്യാപാരികളുടെ വരയിൽ കുടുങ്ങി എന്ന് അവരെ വിശ്വസിപ്പിക്കുന്ന വിധം പെരുമാറും. പക്ഷേ അവൻ അവരെ ആക്രമിച്ചു കൊന്ന് അവരുടെ ശരീരങ്ങളെ ചീന്തി ദൂരെ എറിയും. ഇത്തരം വീരസാഹസിക കൃത്യങ്ങൾ ഗോപാലന്മാരെ ആശ്ചര്യചകിതരാക്കി. അവരിൽ ഭയസംഭ്രമങ്ങൾ നിറച്ചു. എന്നാലും കുട്ടികൾ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടുവല്ലോ എന്നതിൽ അവർ ആനന്ദിച്ചു. മറ്റൊരു ദിവസം ഗോകുലത്തിൽ അനവധി വണ്ടികൾ ഒന്നിച്ചു വന്ന് തിങ്ങിക്കൂടി. അവ നിറയെ മാമ്പഴങ്ങളായിരുന്നു. ഇത് കംസനയിച്ച രാക്ഷസന്മാരുടെ മറ്റൊരു വഞ്ചന പദ്ധതിയാണെന്ന് കൃഷ്ണൻ മനസ്സിലാക്കി. മാമ്പഴങ്ങൾ അമ്മാവൻ അയച്ചതുകൊണ്ട് എടുക്കാതിരിക്കരുതെന്ന് വിചാരിച്ച് കൃഷ്ണൻ അവ സ്വീകരിച്ചു. പക്ഷേ അവിടെ സംഭവിച്ചത് എന്താണെന്ന് കംസനെ അറിയിക്കാൻ ഒരുത്തനെയും ജീവനോടെ മടക്കി അയച്ചില്ല. അമ്മാവൻ ഒരു ദുരുദ്ദേശത്തോടു കൂടി അയച്ച എല്ലാവർക്കും അതേ ദുർഗതി വന്നു. രാജൻ ബ്രജത്തിൽ ഉണ്ണിക്കണ്ണൻ എത്തിയ ദിനം മുതൽ അവിടം ലക്ഷ്മി കടാക്ഷത്തിൻ്റെ വിളഭൂമിയായി മാറി. ആ ദേവി ലോഭമില്ലാതെ കാരുണ്യ കടാക്ഷങ്ങൾ ചൊരിഞ്ഞു. പശുക്കൾ പെറ്റുപെരുകി. ക്ഷീരം, ഘൃതം, വെണ്ണ ഇവയ്ക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. വാസ്തവത്തിൽ ഇത്രയധികം ഗവ്യങ്ങൾ എങ്ങനെ ഉപയോഗിച്ച് തീർക്കും, ബാക്കി വരുന്നത് എങ്ങനെ കേടുവരാതെ സൂക്ഷിക്കും എന്നൊക്കെയുള്ള പ്രശ്നമായി. ഗോപാലൻ പശുക്കളെ അത്രയധികം സ്നേഹിച്ചിരുന്നതിനാൽ അമൂല്യമായ ഉൽപ്പന്നങ്ങളെ ഉപയോഗിക്കാതെ പാഴാക്കുന്ന കാര്യം അവന് ചിന്തിക്കാൻ പോലും ആയില്ല. അതുകൊണ്ട് ഇത്രയധികം ദ്രവ്യങ്ങളെ ഉണ്ണികൃഷ്ണൻ സ്വന്തം കുഷിയിൽ നിക്ഷേപിച്ചത്. ഇതിനാൽ കൃഷ്ണന് വെണ്ണക്കള്ളൻ എന്ന പേര് സിദ്ധിച്ചു.
ഇന്ദ്രൻ ഈ വിവരം മനസ്സിലാക്കി. കൃഷ്ണന് ശരിക്കും ഈശ്വര അവതാരമാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്ന് നിശ്ചയിച്ച് അതിനായി കരിക്കൽ നീക്കി. പ്രജവാസികൾ ഇന്ദ്രപൂജ ചെയ്യേണ്ടെന്ന് വെച്ചു. ഇന്ദ്രൻ ഉഗ്രകോപത്താൽ പ്രളയകാലത്തിലെന്ന പോലെ മഹാമാരി ചൊരിഞ്ഞു. ആ പേമാരിയിൽ നിന്നും വ്രജവാസികളെ രക്ഷിക്കാൻ കൃഷ്ണൻ ഗോവർദ്ധനഗിരി പൊക്കിയെടുത്ത് അതിന് കീഴിൽ എല്ലാവർക്കും രക്ഷ നൽകി. അതെല്ലാം ഒരു നാടകത്തിൻ്റെ രംഗങ്ങൾ മാത്രമായിരുന്നു. ഇന്ദ്രന് കോപം ഉണ്ടായിരുന്നില്ല. ആ ദേവന് പ്രതികാര ബുദ്ധിയും ഉണ്ടായിരുന്നില്ല. പൂജ നിർത്താൻ ജനങ്ങളെ ഒരിക്കലും കൃഷ്ണൻ ഉപദേശിക്കുകയുമില്ല. തങ്ങളുടെ ഇടയിൽ വസിക്കുന്ന ദിവ്യാവതാരത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയായിരുന്നു ആ നാടകത്തിൻ്റെ അരങ്ങേറ്റം. അടിസ്ഥാനപരമായി ഒരു ഉദ്ദേശവുമില്ലാതെ ലോകത്തിൽ ഒന്നും തന്നെ നടക്കില്ല എന്ന കാഴ്ചപ്പാടിനെ ഇത്തരം സംഭവങ്ങൾ ഉറപ്പിക്കുന്നു. പരീക്ഷിത്ത് ആഹ്ലാദസൂചകമായി ഇടയ്ക്ക് പറഞ്ഞു, അഹോ, പശുപാലനായ ശ്രീകൃഷ്ണൻ്റെ ലീലകൾ എത്ര മധുരമാണ്! കേൾക്കുന്തോറും വീണ്ടും വീണ്ടും കേൾക്കാൻ ആശയാകുന്നു. ഞാൻ കുറെ കൂടി കേൾക്കട്ടെ. എനിക്ക് മോക്ഷപ്രാപ്തിയുണ്ടാകട്ടെ. സായിറാം.